അഖിൽ മാരാർ കേരളത്തിലെ ഒരു കൂട്ടം യുവാക്കളുടെ സപ്പോർട്ടോടുകൂടി വളർന്നു വന്ന മിസോജനിസ്റ്റിക്കും സാഡിസ്റ്റുമായിട്ടുള്ള വ്യക്തി. ഈ വട്ടം 2026 T20 കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നുണ്ട് തൃക്കാക്കരയിൽ. അരിമോഷ്ടിച്ചാൽ മധുവിനെ പോലെ തല്ലിക്കൊല്ലും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു വീട്ടിൽ അരിമോഷ്ടിച്ചതിന് ജനക്കൂട്ടം തല്ലിക്കൊന്ന, നിഷ്ഠൂരമായി തല്ലിക്കൊന്ന മധുവിനെ അഖിൽ മാരാർ പരാമർശിച്ച രീതിയാണിത്. എന്ത് സാഡിസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. ബിഗ് ബോസിൽ എല്ലാ ഡിബേറ്റിലും ജയിക്കാൻ വേണ്ടി എതിരാളികളുടെ വീട്ടുകാരെ പറഞ്ഞും അവരെ അധിക്ഷേപിച്ചും വിജയം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അതിനിടയിൽപ്പെടുന്ന ചില വാക്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടമുള്ള പോലെ തല്ലും, അതിലാരും ചോദിക്കാനില്ല, എല്ലാ സ്ത്രീകൾക്കും ഒരേ കഥയാണ്. ഇതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളാണ്. ഇതിവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് പിഷാരടിയുടെ സ്റ്റോറിയിലേക്ക് പോവാം. എന്താണ് അവിടെ സംഭവിച്ചത്? അഖിൽ മാരാർ പണ്ടത്തെ കോൺഗ്രസ് പ്രവർത്തകൻ, അദ്ദേഹത്തിന് ബിഗ് ബോസിൽ കയറി കുറച്ച് പബ്ലിസിറ്റി വന്നപ്പോൾ ഉടനെ ഇലക്ഷൻ മത്സരിക്കണം, കൊട്ടാരക്കര സീറ്റിൽ മത്സരിക്കണം. കോൺഗ്രസിനോട് ചെല്ലുകയാണ്, ഞാൻ റെഡിയാണ് കൊട്ടാരക്കര സീറ്റിൽ UDF വേണ്ടി മത്സരിക്കാൻ, നിങ്ങൾ എന്നെ മത്സരിപ്പിക്കൂ. എന്താവശ്യം? ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, അതേപോലെ തന്നെ ഈയിടയ്ക്ക് വന്ന ഐഷ പോറ്റിയുണ്ട് കോൺഗ്രസിൽ, എന്തിന് അഖിൽ മാരാറിനെ കൺസിഡർ ചെയ്യുന്നു? അതേസമയം പാലക്കാട് പിഷാരടിക്ക് സീറ്റ് കൊടുത്തതിൽ തീരെ സഹിക്കാൻ വയ്യാതെ ഉള്ള ഖേദപ്രകടനമായിരുന്നു ആ FB പോസ്റ്റ്. പിഷാരടിക്ക് ഇത് വ്യക്തമായിട്ടറിയാം. അദ്ദേഹം ഇതിന് മറുപടിയൊന്നും പറയാൻ നിന്നില്ല. അദ്ദേഹം എങ്ങനെ വന്നോ അതേപോലെ തന്നെ പുച്ഛിച്ച് തള്ളി. അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്ന് അയാൾ പറഞ്ഞു, നാളെ അയാൾ അതിന് മാപ്പ് ചോദിക്കാം, നാളെ അയാൾ അതിനെ തിരുത്തി പറയാം. എന്താണ് അയാളുടെ സ്ഥിരം ജോലി? പണ്ട് മധുവിനെ പറഞ്ഞപ്പോഴും അയാൾ മാപ്പ് പറഞ്ഞു, കോണ്ടസ്റ്റന്റിന്റെ വീട്ടുകാരെ പറയുമ്പോഴും അയാൾ മാപ്പ് പറയും. എന്ത് പറഞ്ഞും വായിൽ നിന്ന് എന്ത് വീണാലും പിന്നൊരു മാപ്പ് മാത്രം പറഞ്ഞാൽ അത് ശരിയാകും എന്നൊരു ധാരണയുണ്ട്. വെറും മിഥ്യാധാരണ. കാണുന്നവരെല്ലാം പൊട്ടന്മാരല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം T20യിലാണ്, NDAയുടെ സഖ്യം. പണ്ട് BJPയെ ഘോരഘോരം തെറി വിളിച്ച് നടന്ന വ്യക്തി അന്ന് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റുകളിലുണ്ട്, എനിക്ക് നിലപാട് വ്യക്തമാണെന്ന്, അദ്ദേഹത്തിൻ്റെ നിലപാടാണെന്ന്. പക്ഷേ ഇന്ന് ആ നിലപാടിനെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്? BJPയെ പറഞ്ഞിട്ട് ഇപ്പം T20 NDAയിൽ ചേർന്നപ്പോൾ T20 കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നതാണോ നിലപാട്? ഒരു താമര ചിഹ്നത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അഖിൽ മാരാറും BJPയും തമ്മിൽ. ഇപ്പോൾ ഈ അഖിൽ മാരാറിനെ ജനങ്ങൾ ഒരിക്കലും നിയമസഭയിലേക്ക് വിടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ അല്ല, ആർക്കും റീച്ച് കൂട്ടാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഇത് ഇലക്ഷനാണ്, ജനവിധിയാണ്. ഒന്നും സംഭവിക്കാൻ പോകില്ല. അഖിൽ മാരാർ വേണമെങ്കിൽ വീണ്ടും ബിഗ് ബോസിലേക്ക് പോട്ടെ.